ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം? നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയുണ്ട്? നല്ല മഴയല്ലേ, അടിപൊളി മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. മഴ കമന്റിൽ അറിയിക്കൊണ്ട്. അപ്പം നമ്മൾ ചിരിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്, മഴ പെയ്യുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ഞാൻ വളരെ വിഷമത്തിനാണ് ഇന്നത്തെ നമ്മുടെ അവസ്ഥകളൊന്നും. ഇപ്പം ഇന്ന് കാലത്ത് മാളൊക്കെ ഒരുപാട് വെയിറ്റ് ചെയ്ത് നിന്ന് നൗഫലിന്റെ വീഡിയോ ഒന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. ഇടക്കിടക്ക് നോക്കും, യൂട്യൂബ് തുറന്നു നോക്കും, എന്തെങ്കിലും വീഡിയോ എടുക്കണം, എന്തെങ്കിലും വീഡിയോ എടുക്കണം, 3 ചാനലും പോയി നോക്കും. പക്ഷെ അത് നമ്മളായാലും ആരായാലും നമ്മളെ വീട്ടിലൊരു മരണം നടന്നാൽ നമുക്ക് വീഡിയോ എടുക്കലോ ശരിക്കും കമന്റിലൂടെ അല്ലേ, അതായത് നൗഫലിന്റെ കമന്റിൽ നമ്മുടെ കമന്റിലൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു അവൻ ഓരോ ഉപ്പാനെ വെച്ചുകൊണ്ടൊക്കെ പൈസ ഉണ്ടാക്കുകയാണ് യൂട്യൂബിൽ. പക്ഷെ നൗഫലിനെ സംബന്ധിച്ചത് ആൾ ശരിക്കും ടെൻഷനായി അപ്സെറ്റ് ആയി ഇരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതെ, അങ്ങനെ ഇപ്പൊ എത്രയോ വീഡിയോ ഉപ്പ് മരിച്ചതിന് ആക്കി ഇടാമായിരുന്നു. പക്ഷെ ആളൊന്നും ഇട്ടിട്ടില്ല. ഞങ്ങളുടെ വീഡിയോന്റെ ചോട്ടൊക്കെ ഫുൾ കമന്റാണ്, വേണ്ട കമന്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. നോക്കലിന്റെ ഇപ്പാനെ വെച്ചിട്ടാണ് കാശ് ഉണ്ടാക്കുകയാണ്. നോക്കലിന് ഇനിയിപ്പോൾ നല്ല സുഖമായി, ഇപ്പാനെ വെച്ച് ഇനി ഒരുപാട് പൈസ ഉണ്ടാക്കാം. നോക്കലിന്റെ ഒരു വിവരമില്ല, പെങ്ങന്മാരെന്നൊരു വിവരം. എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലിപ്പോൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക, നമ്മുടെ വീട്ടിലൊരു മരണം നടന്നാൽ നമുക്കല്ലേ അതിന്റെ ദുഃഖം ഉണ്ടാവുക. പുറത്തു പോയിക്ക് എത്ര എങ്ങനെ ഉണ്ടാവുക, നമ്മളെ ദുഃഖം എങ്ങനെയാലും പുറത്തു പോയിക്ക് ഉണ്ടാവുക. അത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഏതായാലും ആ വീട്ടുകാർക്ക് നൗഫലിന് എല്ലാവർക്കും നല്ല സമാധാനം നൽകട്ടെ. അവരൊക്കെ അല്ലേ വീണ്ടും വീണ്ടും ഇനിയിപ്പോ അവനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാല് ആൾക്കാർ പ്രശ്നമാവും, ഉപ്പാന്റെ മരണം കഴിഞ്ഞ് വീഡിയോ ഇടുന്ന തെറ്റണം. പക്ഷെ അത് സംഭവം വെച്ചാല് ഒരു വീഡിയോ ഇട്ടാ ജസ്റ്റ് നമ്മള് ഇത്രയും ഒരുപാട് 6 ലക്ഷത്തിന്റെ മേലുണ്ടല്ലോ സബ്സ്ക്രൈബ്. അപ്പൊ അത്രയും ആൾക്കാർ ഫുള്ള്. ഇപ്പൊ ഞാനിപ്പോ ഇന്നൊന്നരക്ക് ഇങ്ങനെ ഇടക്കിടക്ക് യൂട്യൂബ് തുറന്നു നോക്കും, അവര് വീഡിയോ ഇട്ടിട്ടുണ്ട്. പക്ഷെ നമ്മള് സ്ഥിരമായിട്ട് കണ്ടിരുന്ന വീഡിയോ അല്ല ഇട്ടിക്കണ. അതിപ്പോ എന്തെങ്കിലും വിവരം ഇട്ടിക്കണം, അപ്പാന്റെ വിവരം ഇട്ടിക്കണം. പക്ഷെ എന്താണ് എന്താ പറയാ, ഒരു ജസ്റ്റ് നമുക്ക് എല്ലാവരും കൂടി അത് അറിയാനും വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ സിറ്റുവേഷനിലേക്ക് ഇട്ടിച്ചിട്ടൊന്നും കുഴപ്പമൊന്നുമില്ല. എന്ന് വെച്ചാല് നമ്മളിപ്പം മരിച്ച് ശരിയാണ്. പക്ഷെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് കാര്യങ്ങൾ സംസാരിച്ചൂല. അപ്പൊ അവരെ വീട്ടിൽ സംസാരിക്കണ പോലെ തന്നെയല്ല. നമ്മളൊരു ഫാമിലി പോലെ കഴിയുന്ന ആൾക്കാരല്ല. ദിവസം അവരെ വീഡിയോക്ക് വേണ്ടി കാട്ടിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിയാണ്. അപ്പൊ അവരോട് വിവരങ്ങൾ പറഞ്ഞിട്ടൊന്നും ഈ ആൾക്കാര് ഇല്ലേ ഈ ബാഡ് കമന്റ് ആയിട്ട് വരേണ്ട ഒരു ആവശ്യമില്ല. ഇതല്ല ജീവിതം. ഇന്നലെ ശരിക്കും ഒരു വിവരങ്ങളും കിട്ടാതായിട്ട് ഇന്നലെ മാളോ നമ്മുടെ അബു തോഹിർ എന്നുള്ള അവന്റെ ഫ്രണ്ടിന്റെ ഇതിലൊക്കെ ഫയലിലൊക്കെ പോയി നമ്പറൊക്കെ നോക്കിയില്ലേ, വിളിച്ച് അന്വേഷിച്ച്. അപ്പൊ കുറച്ച് വിവരങ്ങളൊക്കെ നമുക്ക് അവിടെ ഇങ്ങനെ അറിയാൻ കഴിഞ്ഞു. അബു തോഹിറായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോ ഏതായാലും വളരെ വിഷമമായിപ്പോയി. നമ്മളാ വീട്ടിൽ കയറാനുള്ള ഒരു ഭാഗ്യം ഉണ്ടാവുമെന്നൊക്കെ വിചാരിച്ചിരുന്നത് കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ ഏതായാലും പരലോകത്തുള്ള വീട് നല്ല സ്വർഗീയമാക്കി കൊടുക്കട്ടെ, നന്നാക്കി കൊടുക്കട്ടെ. അവന് വീഡിയോ ഇടാത്ത ജനങ്ങൾ മുഴുവൻ പിന്നെ അവന്റെ നേരെക്കെടുക്കും. പക്ഷെ നേരെക്കെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് എല്ലാവർക്കും അവന്റെ വിവരം അറിയണമെന്നില്ല. അപ്പൊ അവനൊന്ന് പറഞ്ഞു വെച്ചിട്ട് നമ്മൾ അങ്ങനത്തെ കമന്റ് ആയിട്ട് വരേണ്ട ആവശ്യം ഒരിക്കലും ഇല്ല. ആരായാലും ഞാനായാലും എല്ലാവരും ഇട്ടാ പൊതുവെ നമ്മൾ അവരെ വീഡിയോക്ക് വേണ്ടി കാത്തിരിക്കണമല്ലോ. അതെ, അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഏതായാലും അപ്പോൾ നമുക്ക് ആർക്കും തന്നെ ഇപ്പോൾ നൗഫലിന്റെ പുതിയ വിവരങ്ങളൊന്നും അറിയാൻ കറക്റ്റ് സത്യത്തിൽ കഴിഞ്ഞിട്ടില്ല. ഇന്നലെ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചാനൽ കാണുന്നതല്ലേ നമ്മളെ ഫാമിലി പോലെയല്ല. അത് ചേച്ചിയാണ് വീഡിയോ ഇട്ടത്. പക്ഷെ ഫുള്ള് ഒരുപാട് ആൾക്കാര് പൈസ ഉണ്ടാക്കാനാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവരോടൊക്കെ പറയാനുള്ളത് ഞങ്ങൾ സത്യത്തിൽ ഈ മരണവാർത്ത വരുന്നതിന് മുമ്പ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് നമുക്ക് ഇന്നലെ ഏകദേശം 25K സബ്സ്ക്രൈബേഴ്സ് ആയ ദിവസമായിരുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ദിവസമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് പെട്ടെന്നാണ് നമ്മൾ ഈ നൗഫലിന്റെ ഉപ്പാന്റെ മരണവാർത്ത അറിയുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ അതിന്റെ എല്ലാ ചിന്തകളും നമ്മൾ ഒഴിവായി ആകെ അപ്സെറ്റ് ആയിപ്പോയി, ഇതിന്റെ ടെൻഷനിലായിപ്പോയി. അപ്പൊ പിന്നെ ഏതായാലും നമുക്ക് ഇനി ഇൻഷാ അല്ലാഹ് നാളെ ഏതായാലും 25K എല്ലാം വിട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പൊ അതിനെ കുറിച്ച് എല്ലാം നിങ്ങളെ സപ്പോർട്ടാണ്, നിങ്ങൾ കാരണമാണ് ഇത്ര എത്തിയത്. അൽഹംദുലില്ലാ. അപ്പൊ നന്ദിയുണ്ട്. നാളെ സെലിബ്രേഷന്റെ പരിപാടി അടുത്ത വീഡിയോ അതാണ് ചെയ്യാനുള്ളത് അല്ലേ? അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഇപ്പൊ ഞായറാഴ്ച നല്ല മഴ തന്നെയാണ്. ഇപ്പൊ കുറച്ചും വരെ മഴ ഇല്ലെങ്കിൽ ഇപ്പൊ നല്ല അടച്ചു പിടിച്ച് മഴ വീണ്. എല്ലാവരും കുട്ടികളൊക്കെ ഇവിടെ എല്ലാവരും ഉണ്ട്, അവിടെ കളിക്കുകയാണ്. അപ്പോ വേറെ ഒന്നും പറയലല്ലോ.
അപ്പോൾ നിങ്ങളെ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമന്റിലൂടെ അറിയിക്കുക. നല്ലതായാലും ഒരുപാട് കമന്റുകൾ വന്നിട്ടുണ്ട്, നല്ല കാര്യങ്ങളായിട്ടും. അതെ, ഒരുപാട് നോക്കിന്റെ ഉപ്പാക്കും വേണ്ടി ഒരുപാട് ആൾക്കാർ ദുആ ചെയ്തിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ആൾക്കാർ ദുആ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ ദുആ അവിടെ എത്തിച്ചു കൊടുക്കണേ റബ്ബേ, ആമീൻ. അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയാണ്. അപ്പോ അങ്ങനെ ഇക്കാരം അവന് വീഡിയോ ഇടാത്തത് സംഭവിച്ചുള്ളവരും ഈ പോകാണ്ട് നേരെ കൊടുക്കും. അതെ, പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ലൊരു മകൻ തന്നെയാണ്. ഉപ്പാനും ഉമ്മാനൊക്കെ നല്ല കെയർ ചെയ്യുന്നത്. കാരണം അതെ, ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നൊരു മോനാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഓനക്ക് ശരിക്കും വീഡിയോന്റെ ഭാഗത്തുള്ള ചിന്ത ഒന്നും പോകുന്നുണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറഞ്ഞാണ്. കാരണം ഞാനായാലും നമ്മളെ വീഡിയോ ഒന്നും നമ്മളടിയിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ വില അറിയുള്ളൂ. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഭാഗം അവനും തന്നെ സുഖമില്ലാതെ കഫക്കെട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അവനും ഹോസ്പിറ്റലിൽ തന്നെ ആയിരുന്നല്ലോ അല്ലേ. അപ്പൊ ഒരുപാട് മാനസികപരമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ട് അസ്വസ്ഥതയൊക്കെ ഉണ്ടാവും. ഏതായാലും നല്ലൊരു സമയവും നല്ലൊരു സാഹചര്യമൊക്കെ അവർക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ അവർ പല കബർ വിശാലമാക്കട്ടെ. ഒരുപാട് മക്കളെ കണ്ടിട്ടുണ്ട്. അതെ അതെ, ഇപ്പാരെന്തെങ്കിലും ഒഴിവാക്കി കാണൊക്കെ തീർച്ചയായിട്ടും ഉമ്മാനിപ്പാനൊക്കെ നല്ല അടിപൊളിയായിട്ട് നോക്കിക്കൊണ്ടുവന്ന് കാണുമ്പോ തന്നെ നമുക്ക് പൂതിയാവും ഉമ്മാനിപ്പാനെ കൊണ്ടെടുക്കണം. അങ്ങനെയല്ല, നമ്മളെ മക്കളൊക്കെ അങ്ങനെ ആക്കി തെറ്റിയ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതുള്ളൂ. അപ്പൊ നാളത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ 25 വെച്ചാൽ 28 കേരളമായിട്ട് അതിന്റെ സെലിബ്രേഷനാണ്. അത് എല്ലാവരും നിങ്ങൾ കാണും. നാളെ എന്തായാലും നാളത്തെ വീഡിയോയിൽ ഇടുന്നതാണ്. എല്ലാവരും വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നാളെ പുതിയ വീഡിയോയുമായി വരാം. എല്ലാവർക്കും ബൈ ബൈ.